എങ്ങോട്ട് പോണത്? എവിടേക്ക് പോകണത്? എങ്ങോട്ട് പോണത്? ഞങ്ങൾ അമ്മമ്മ പണിയെടുക്കാൻ അവിടേക്കാണ് പോണത്. കൂറ്റമ്പാറ. തത്ത വരുന്നില്ല കേട്ടോ, ഞങ്ങൾ രണ്ടാളും മാത്രമാണ് പോണത്. വിളിച്ചിട്ടോ? അവിടെ എവിടെ എങ്ങനെയുള്ള അമ്മ യെസ് അങ്ങനെ നമ്മളങ്ങനെയൊക്കെ ചെയ്യുന്നത്. വെയിലില്ലമ്മ, വെയിലില്ല, വെയിലില്ല, അപ്പുറത്തോട്ടല്ലേ അതല്ലേ മരം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ചിലപ്പോൾ ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവുമല്ലോ, എന്താണ് അമ്മയ്ക്ക്, എന്താണ് ജോലി, എന്താണ് വർക്ക് എന്നുള്ളത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഇന്ന് അമ്മ പണിയെടുക്കണം അവിടേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ, മരം മുറിക്കുന്നുണ്ടല്ലോ, മരം മുറിക്കുന്ന ലോഡിങ്ങിൻ്റെ ആളുകളും മരം മുറിക്കുന്നവരും അതുപോലെ തന്നെ അവിടെ ചുള്ളിവെട്ടിന് അവിടെ കുറേ പണിക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് അമ്മേൻ്റെ ജോലി കേട്ടോ. അപ്പോൾ കഴിഞ്ഞൊരു 10 വർഷത്തിന് മുകളിലായിട്ട് ഇതാണ് അമ്മയ്ക്ക് ജോലി. 10 വർഷം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, കിച്ചുമോൾക്ക് ഇപ്പോൾ 10-12 വയസ്സൊക്കെ ആയി. അവൾ കുട്ടിയായി ഒരു 2 വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മ ഈ ഒരു ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോകാൻ തുടങ്ങിയത് കേട്ടോ. അതിന് മുമ്പായിരുന്നെങ്കിൽ മരം മുറിക്കുന്നിടത്ത് ഇങ്ങനെ റബ്ബർ മരത്തിൻ്റെ ചുള്ളി വെട്ടിയിട്ട് അട്ടി വയ്ക്കുക, അങ്ങനെ ആ ഒരു പണിയായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഇപ്പം പറഞ്ഞപ്പോൾ 10 വർഷത്തോളമായിട്ട് ഇത് തന്നെയാണ് അവർക്ക് തന്നെ ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അതും നമ്മൾ വിചാരിക്കും ഭയങ്കര ഈസിയാണെന്നുള്ളത്. വെയിൽ കൊള്ളണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അത് ഈസിയുള്ള ജോലിയൊന്നും അല്ല കേട്ടോ. ഇത് 10, 20, 30, 40 പേർക്കുള്ള ഫുഡല്ല, 75-80 പേർക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ആൾക്കാർക്കുള്ള ഫുഡൊന്നും അല്ല കേട്ടോ, അത്രയും ആളുകൾ അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എപ്പോഴും അമ്മ വൈകുന്നേരത്തൊക്കെ ഇങ്ങനെ ഒരു മുതലാളി വിളിക്കും, നാളെ എന്തൊക്കെയാണ് വേണ്ടത്, അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഞങ്ങളിങ്ങനെ ആദ്യം മുതലേ കേൾക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങളെപ്പോഴും പറയും, എത്ര സാധനമാണ് പറയണപ്പോൾ 2 കിലോ പഞ്ചസാര അല്ലെങ്കിൽ 3 കിലോ പഞ്ചസാര ഒരു നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കൊക്കെയാണ് ഈ പറയണത് കേട്ടോ. 15 കിലോ അരി അല്ലെങ്കിൽ 20 കിലോ അരി എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ എപ്പോഴും വിചാരിക്കും അമ്മ പണിയെടുക്കുന്നിടത്ത് വന്നിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും കൂട്ടുകാരോടൊക്കെ ഒന്ന് കാണിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനും കിച്ചുമോളും ഏതായാലും ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ, അങ്ങനെ അമ്മ വിളിച്ചായിരുന്നു. അമ്മ വിളിച്ചപ്പോൾ എന്നാൽ അങ്ങോട്ട് വരണമെങ്കിൽ വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓൺ വോയിസ് ആണ് കുറേയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മരം മുറിക്കുന്നതിൻ്റെ ആ സൗണ്ട് കൊണ്ട് ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മൈക്കിന് എന്തോ ചെറിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അതൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്താണ് ഇട്ടത്. അപ്പോൾ അമ്മ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ വന്നപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും രാവിലത്തെ കഞ്ഞി കൂടി ആ സമയത്താണ് ശരിക്കും നടക്കണത് കേട്ടോ. അതുകൊണ്ട് രാവിലത്തെ ഫുഡൊക്കെ ആയിട്ടുണ്ട്. ഒന്നിച്ച് ചോറ് വെച്ചിട്ട് അവർ കണ്ട് ഊറ്റി വെക്കുകയാണ്. അതായത് 10 മണിക്ക് കഞ്ഞിക്കും പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറ് അങ്ങനെ ഒന്നിച്ചങ്ങോട്ട് മാറ്റി വെച്ച് ഊറ്റി വയ്ക്കും. പിന്നെ കഞ്ഞിവെള്ളം എടുത്തിട്ട് ആവശ്യമുള്ളവരങ്ങനെ കഞ്ഞിയും ചോറ് അങ്ങനെ എടുത്തിട്ട് കഴിക്കുകയാണ് ചെയ്യണം. ആവശ്യമുള്ളവരല്ല, അമ്മ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉണക്കമീൻ വറുത്തതും പിന്നെ നല്ല അടിപൊളി ചമ്മന്തി കേട്ടോ. ചമ്മന്തി അപ്പം അടിപൊളിയാണെന്ന് എനിക്ക് അറിയായിരുന്നു. പിന്നെ അവിടെയുള്ള കുറേ പേര് പറഞ്ഞേ, ഇരുന്ന് കഞ്ഞി കുടിച്ച് പോയിക്കോളി, ഇവിടുത്തെ കഞ്ഞിക്കും കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റാണ്, ഒന്ന് കുടിച്ച് നോക്കി നിങ്ങൾ കാരണം. അപ്പോൾ രാവിലെയൊക്കെ ചായ കുടിച്ചിട്ട് പുട്ടായിരുന്നു ഞങ്ങൾക്ക് കടി. അപ്പോൾ അതൊക്കെ തിന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് സത്യത്തിൽ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ കഞ്ഞിയൊന്നും കുടിച്ചില്ല. പക്ഷേ കിച്ചുമോൾ അവിടുത്തെ അത് ടേസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ, ചമ്മന്തി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം.
പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ ഇതെന്താണെന്നറിയോ, ഇടിച്ചക്കയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇടിച്ചക്ക ഇവിടെ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചു. ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു 80 ആൾക്കൊക്കെ ഈ ഇടിച്ചക്ക ഉപ്പേരി അടിച്ചാൽ എങ്ങോട്ട് എത്തുക എന്നുള്ളത്. അപ്പോൾ അമ്മ റെഡി, അത് ഉപ്പേരിക്കൊന്നല്ല, അതിതാ ബീഫ് കറിയാണ് ഉച്ചത്തേക്ക്. ആ ബീഫ് കറിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. 4 കിലോ ബീഫാണ്. അപ്പോൾ അതിലേക്ക് സാധാരണ ഞാൻ കുമ്പളങ്ങ, കപ്പ അല്ലെങ്കിൽ നേന്ത്രക്കായ അങ്ങനത്തെ ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇടിച്ചക്ക ആദ്യമായിട്ടാണ്, എനിക്കറിയില്ല അങ്ങനെ ബീഫിലേക്ക് ഇടിച്ചക്ക ഇട്ടിട്ട് കറി വയ്ക്കുന്നുള്ളത് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അതന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ അതോ അത് ആ കറി പറയിപ്പിക്കുമെന്നൊക്കെ പറയണം. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നപ്പോൾ പറയാണ്, ഇതിവിടെ സ്ഥിരമുള്ളതിന് ബീഫ് കൊണ്ടുവരുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണ് ഇതിലിടുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ ബീഫ് കഴിക്കാത്ത ആളാണ് കേട്ടോ. ബീഫ് കഴിക്കൂല, അമ്മയ്ക്ക് അതിൻ്റെ മണമൊന്നും ഇഷ്ടമല്ല. പക്ഷെ അങ്ങനെ പണിസ്ഥലത്ത് വരുന്ന അമ്മ അത് ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ പറയാതിരിക്കാൻ വയ്യുന്നു, ഞങ്ങൾ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. അടിപൊളി, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ കിച്ചുമോൾ എന്താ പറയണറിയാം, അമ്മമ്മ ബീഫൊന്നും കഴിക്കൂലെങ്കിലും ബീഫ് കറി വെച്ചത് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് മോര്, കുമ്പളങ്ങ വെച്ച് മോര് കറി വയ്ക്കാൻ കേട്ടോ. അത് കഴിക്കാത്തവരുണ്ടാവില്ല, ബീഫ് ഓർക്കുള്ളതാണ്. പിന്നെ 10 മണിക്കൊക്കെ ഒരു കഞ്ഞൂടി കഴിഞ്ഞതിന് ബാക്കിയുള്ള ഉണക്കമീനും അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ടാവും കേട്ടോ, അവർക്കുള്ളതാണ്. ഞങ്ങളങ്ങനെ ഉച്ചയ്ക്ക് ഒരു ഫുഡ് കഴിക്കണം, അങ്ങനെ ആ സമയം വരെ നിന്നിട്ടില്ല കേട്ടോ. കാരണം 10 മണിക്കുള്ള ഫുഡ് ഒരു കഴിക്കണേ 12 മണി 12:30-ഒക്കെയാണ് ഓരോരുത്തർ അങ്ങനെ വന്ന് ഇങ്ങനെ പോയി കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് ഭയങ്കര സങ്കടം ആവട്ടെ കണ്ടാൽ, എന്താ വെയിലും വിചാരിച്ചിട്ടാണ്. റബ്ബർ മുറിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വെയിൽ പറയണം. എന്നിട്ട് ഓരോരുത്തർ വന്നിട്ട് പൈപ്പിൻ്റെ ഒക്കെ ചോട്ടിലിങ്ങനെ നിൽക്കുന്നുണ്ട്. ചൂട്ടിട്ടാവട്ടെ തല അങ്ങനെ അമ്മ മോട്ടർ അടിച്ചപ്പോൾ ആ പൈപ്പിൻ്റെ ഒക്കെ ചോട്ടിലിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതമ്മ കുമ്പളങ്ങയ്ക്ക് തേങ്ങയൊന്നും അരക്കണില്ലല്ലോ, മോരൊഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ഉലുവയും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് വറവിടുകയാണ് കേട്ടോ. അമ്മ ഇങ്ങനെ ബീഫ് വയ്ക്കണമെന്ന് അവിടുന്ന് ഒന്നും തിന്നലില്ലാട്ട്. അന്ന് വൈകുന്നേരം പിന്നെ 4:30 ആകുമ്പോൾ അമ്മ വീട്ടിലേക്ക് എത്തിട്ടോ. 3 മണി വരെ ഉണ്ടാവലുള്ളൂ തോന്നുന്നുണ്ട്. 4:10 ആകുമ്പോൾ വീട്ടിലേക്ക് എത്തലുണ്ട്. ഞങ്ങളന്ന് പൊട്ടിക്കലിക്ക് പോവുകയും ചെയ്തിരുന്നു, കുടുംബശ്രീ അവിടെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ അമ്മ അന്ന് വന്നപ്പോൾ വേഗം ചായ ഉണ്ടായി കുടിക്കുന്നുണ്ട്. കഞ്ഞി കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മ. കഞ്ഞി കുടിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ അമ്മയ്ക്ക് അതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ടൊക്കെ ആവും ചിലപ്പോൾ. അങ്ങനെ അപ്പോൾ ആ കഞ്ഞിക്കലൊക്കെ ഒഴിച്ച് പിന്നെ ബാക്കിയുള്ള കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വെച്ച് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഒക്കെ അതപ്പം പണി ഒരുക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ കലം കഴുകി വെക്കുകയാണ് അമ്മ. എന്തോരം വലിയ കലാണല്ലേ. പിന്നെ അതുപോലെ തന്നെ അതേ വലിപ്പത്തിലൊരു കലത്തിൽ തിളപ്പിച്ചാറിയ വെള്ളമുണ്ട് കേട്ടോ. അതൊക്കെ ലാസ്റ്റ് ഞങ്ങൾ ചെന്ന സമയത്ത് അതിൻ്റെ അടിയിൽ കുറച്ചേ ഉള്ളൂ. 12 മണിയായപ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ തീർന്നു. ഇത്രയും ആൾക്കാരുള്ളതല്ലേ, ആ വെള്ളമൊക്കെ എങ്ങോട്ടാവാനാണ്. അങ്ങനെ അത് കുറേ നേരം അങ്ങനെ നോക്കി നിന്നിട്ടോ. അപ്പോൾ ഇനി കൂട്ടുകാരും ചോദിക്കരുത് അമ്മയ്ക്ക് എന്താണ് പണി, അമ്മേൻ്റെ ജോലി എന്നുള്ളത്. പണി എന്ന് പറഞ്ഞാലേ ചില ഈ തിരുവനന്തപുരത്ത് ഭാഗത്തേക്കൊന്നും പണി അറിയുമ്പോൾ എന്താ മനസ്സിലാവില്ല, ജോലി എന്ന് പറയണം. നമ്മളിവിടെയൊക്കെ എന്താ പറയുക, സാധാ കൂലിപ്പണിക്ക് പോകണവർ പണിക്ക് പോകുകയെന്ന് പറയില്ല, കൂലിപ്പണിക്ക് പോകണവർ ജോലിക്ക് പോകുക എന്നുള്ള നമ്മളിവിടെ അങ്ങനെ ആരും പറയില്ല കേട്ടോ. നമ്മൾ ഹൈ ലെവൽ ജോലിയുള്ളവർക്കൊക്കെയാണ് ജോലി എന്ന് തന്നെ പറയാം, അങ്ങനെയാണല്ലോ. അപ്പോൾ ജോലിയാണ്, അമ്മേൻ്റെ ജോലി ഇതാണ് കേട്ടോ. ഫുഡൊക്കെ ഉണ്ടാക്കണ പണിയാണ്. പിന്നെ അവിടെ അതാ മരം മുറിക്കണം, ലോറിയിലേക്ക് കയറ്റണം, അങ്ങനെ ഓരോ നടക്കുന്നുണ്ട്. പിന്നെ ഒരു മാവിൻ്റെ മേലെ കൂടെ അങ്ങനെ റബ്ബർ മരം വന്ന് വീണിട്ട് കുറേ മാങ്ങ അവിടെ ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചുട്ടി എടുക്കാൻ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ കിച്ചു ആ ചമ്മന്തി കണ്ടിട്ടേ അമ്മ അതൊന്ന് തിന്ന് നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നല്ല എരിവുണ്ടാവും കേട്ടോ, കാരണം അവർക്ക് പണിക്കാർക്ക് ഉണ്ടാക്കണമല്ലോ, അവർക്ക് നല്ല അത്യാവശ്യം എരിവൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചപ്പോൾ 1 കിലോ സവോളയാണ് കേട്ടോ. 1 കിലോ സവോളയ്ക്ക് പുളിയും പിന്നെന്താ മുളക് ചൂടാക്കിയതാണ്, മുളക് പൊടി ചൂടാക്കിയിട്ടു, പിന്നെ ഉപ്പും. ഇനി വേറെ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നറിയില്ല, അതാണ് തോന്നുന്നുണ്ട്. പിന്നെ കിച്ചു മഹിക്കയെ കൊണ്ട് അമ്മേൻ്റെ അടുത്തേക്ക് പോയിരുന്നു, പക്ഷേ സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു കേട്ടോ. അതാ പിന്നെ ഡിലീറ്റ് ചെയ്തതല്ല. പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയെന്ന് ചമ്മന്തി. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല എരിവും പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അവിടെ ഇരുന്നൊരു കാക്ക പറയുകയും ചെയ്തിട്ടോ, ഇവിടെ നിങ്ങൾ എന്ത് പച്ചവെള്ളം കുടിച്ച് നോക്കും അതിന് നല്ല ടേസ്റ്റ് ആവും എന്ന് പറഞ്ഞു. സത്യമാണ്, കാരണം അത്രയും ആൾക്കാർക്ക് ഉണ്ടാക്കുന്ന ഫുഡാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കിച്ചുമോളോട് പറഞ്ഞു, ഈ കഞ്ഞിവെള്ളം കുറച്ച് ഉപ്പിട്ട് ഇവിടുന്ന് കുടിച്ചു നോക്കേ, എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഉപ്പിട്ട് കുടിച്ചു നോക്കുക എന്ന് പറഞ്ഞു. കാരണം ഇവിടുത്തെ ഇതിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എന്നോട് പറയണം, ചമ്മന്തി ഒരു രക്ഷയല്ല, അടിപൊളിയാണ് പറഞ്ഞു. അങ്ങനെ കിച്ചുവിൻ്റെ കയ്യിൽ കുറച്ച് ചമ്മന്തി അങ്ങനെ എടുത്ത് ഞങ്ങൾ കഴിച്ചിട്ടോ. ഞാനിപ്പോൾ പറയുമ്പോൾ കൂടെ എൻ്റെ വായിൽ ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്, പറയാൻ കിട്ടണില്ല, അത്രയും ടേസ്റ്റുള്ള ചമ്മന്തിയായിരുന്നു. ഇനി അത് ആ പണി സ്ഥലത്ത് ഉണ്ടാക്കിയിട്ടാണോ അതിന് ആ പ്രത്യേക ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് കിട്ടുമെന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും പൊളിയായിരുന്നു. കഞ്ഞിയൊന്നും കുടിച്ചില്ല, ആ ചമ്മന്തി ഒന്നും. പിന്നെ അമ്മ പറയുന്നുണ്ട് അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചാമ്പയ്ക്ക മരം ഉണ്ട് കേട്ടോ.
അതിലുള്ള ചാമ്പയ്ക്കൊക്കെ 1-2 ഇപ്പം ഉണ്ടേന്നുള്ളൂ. അതിലുള്ള ചാമ്പയ്ക്ക മൊത്തം അച്ചാറിട്ടിട്ട് ഒരു ദിവസമൊക്കെ ഉണ്ടായുള്ളൂ പറഞ്ഞു. കാരണം ഇവിടെ എത്രയും ആൾക്കാരില്ലേ, 80 ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അവിടെ വിറകുണ്ടാക്കാൻ ആൾക്കാർ വരും. ഇപ്പോൾ മരം മുറിച്ച് എവിടെയെങ്കിലും റബ്ബർ തോട്ടത്തിലാണെങ്കിൽ വിറകുണ്ടാക്കാൻ ആൾക്കാർ ചെല്ലുമല്ലോ, അവിടെ വിറകുണ്ടാക്കാൻ ചെന്ന ആൾക്കാരുണ്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നിട്ട്. അങ്ങനെ അപ്പോൾ അങ്ങനെ കുറേ എല്ലാവരോടും കുറച്ച് ആൾക്കാരോടൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ പിന്നെ ശരിക്കും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇവരിങ്ങനെ വെയിലത്തുനിന്ന് പണിയെടുക്കുക, നമ്മളങ്ങനെ ഓരോ പുറകെ ചെന്ന് വീഡിയോ എടുക്കുമ്പോൾ ഓർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും തോന്നുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ കാര്യമായിട്ട് അമ്മ ഇങ്ങനെ അവിടെ ചെയ്യണം എന്തൊക്കെയെന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ചമ്മന്തി തീരുമാനമാക്കി. പിന്നെ 1 കിലോ സവാള ഇട്ടിട്ട് ചമ്മന്തി അരച്ചാന്ന് പറഞ്ഞല്ലോ, അതൊക്കെ തീർന്നിട്ടുണ്ട്. കുറച്ച് എന്തോ ഉണ്ടെന്ന് നമ്മൾ അതൊക്കെ പാത്രമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ അതൊക്കെ ഒഴിച്ചൊരു കുഞ്ഞ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉണക്കമീനുണ്ട്, ബാക്കി ആ പാത്രങ്ങളൊക്കെ അപ്പം ഇങ്ങനെ കഴുകി റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഒരാ മാങ്ങ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ കിച്ചുമോള്. അമ്മ അതോളെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ്. എന്ത് മാങ്ങ? കോമാങ്ങ ഒന്ന് കടിച്ചോട്ടെ. കാറിന് നമ്മളവിടെ കഴിഞ്ഞ ആഴ്ച റാഫിൻ്റെ അവിടെ അതുണ്ടോ? ഇതാണ് ഒരു ചതയ്ക്കാനൊക്കെ എടുക്കണത്. അപ്പോൾ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ വറവിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ച മുളക് പൊടിയാണ് അമ്മ ഈ തട്ടണേന്നൊക്കെ ചോദിച്ചപ്പോൾ നല്ല ബീഫ് മസാല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് മൂപ്പിക്കുകയാണ്. അതിലേക്ക് ബീഫ് മസാലയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെടുത്തു, കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ട്, ഇനി അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. അമ്മ ഏതായാലും കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഷർട്ടും തലയിലാ തോർത്തൊക്കെ കെട്ടി നന്നായി, കാരണം അങ്ങനെ മുടിയൊന്നും ചാടിയല്ല. പിന്നെ അതുപോലെ തന്നെ ഷർട്ട് അങ്ങനെ ഇടുമ്പോഴേ നമ്മളിങ്ങനെ കുനി എന്നിവരെയൊക്കെ ചെയ്യണല്ലേ, അപ്പോൾ ആണുങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അത് നല്ലൊരു എന്താ പറയുക ഭയങ്കര സേഫ്റ്റി ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഷർട്ട്. അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പണിയായതുകൊണ്ട് ഭാഗ്യം കേട്ടോ. പണ്ടൊക്കെ ഞാൻ പറയുക എന്തോരം വർഷം ഞാനൊക്കെ ചെറിയ കുട്ടിയാവണ കാലം മുതലേ അമ്മ പോകാൻ തുടങ്ങിയിട്ടുള്ള ഒരു പണിയാണിത്. അന്നൊക്കെ റബ്ബറിൻ്റെ ചുള്ളി വെട്ടി അട്ടി വയ്ക്കുക, അവർ നിൽക്കണ്ടില്ല ആ മരം മുറിക്കാർ, ഇപ്പോൾ ഒരു വെയിൽ അവിടെ നിന്നിട്ടുള്ള പണി. ഇതിപ്പോൾ വെയിൽ കൊള്ളണ്ടെന്നുള്ളൊരു ആശ്വാസം ഉണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ മക്കളൊക്കെ നമ്മളെ അച്ഛനമ്മമാർ ഈ ഒരു പണിയെടുക്കണ കണ്ടു കഴിഞ്ഞാൽ വല്ലാതെ അവരോട് ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടില്ല. പൈസ കൊടുത്തിട്ടുള്ള ഒരു കാര്യം നമ്മൾ വാങ്ങാൻ വേണ്ടി പറയില്ല. കുറച്ച് സമയം ഇതുപോലെ അച്ഛനമ്മമാർ പണിയെടുക്കുന്ന സ്ഥലത്തൊന്ന് പോയി നിന്ന് കഴിഞ്ഞാൽ മക്കൾക്ക് ഒരു സാധനം വേണ്ടി വരില്ല. കാരണം കുറച്ചൊരിതുണ്ടെങ്കിൽ നമുക്കൊന്നും അവരോട് പറയാൻ തോന്നില്ല. അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടോ പണ്ടൊക്കെ എന്തെല്ലാം സാധനത്തിന് വാശി പിടിച്ച് കരഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും വേണ്ടി വരില്ല, ഒന്നും അവരോട് പറയാൻ തോന്നില്ല, അത്ര വെയിലാണ്. എന്തായാലും വെയിലുള്ള ആളെ ശക്തി കൊടുക്കട്ടെ. ഇപ്പോൾ അവൻ തോന്നിയിട്ട് കുറേ നേരം നിന്നപ്പം അങ്ങനെ പിന്നെ കിച്ചുമോള് പിന്നെ ബീഫ് കറി ആയപ്പോൾ കുറച്ച് ചോറ് അമ്മ കുറേ പറഞ്ഞു കുറച്ച് ചോറുണ്ടോ പറഞ്ഞു. അങ്ങനെ ഓള് കുറച്ച് ചോറൊക്കെ തിന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് പോവുക കേട്ടോ ഗൈസ്, തിരിച്ച് പോവുകയാണ് കേട്ടോ. കിച്ചുമോള് നല്ല ബീഫ് കറിയൊക്കെ കൂട്ടി നല്ല ചോറടിച്ചു ഗൈസ്. അപ്പം കിച്ചുവിന് ഉറക്കം വന്നു. സത്യത്തിൽ അതാണ് ഞങ്ങൾ പോകുന്നത്. ഒന്നുമില്ല, ഭയങ്കര ചൂടാണ് അവിടെ കേട്ടോ. പാവം തോന്നും, കാരണം എന്താ വെയിലെന്നറിയോ, നമുക്ക് കാണുമ്പോൾ തന്നെ സങ്കടം വരും. സത്യത്തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരിങ്ങനെ വെയിൽ കൊള്ളണം, നമ്മളിങ്ങനെ നോക്കി നിൽക്കല്ലോ. അത് ഭയങ്കര